ടിക്കറ്റ് നിരക്ക് ഈ പറയുന്ന രീതിയിൽ നിശ്ചയിക്കുവാനുള്ള പൂർണ്ണ അധികാരം വിമാന കമ്പനികൾക്ക് കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയും അവരെന്ത് ചെയ്യുന്നു, കേന്ദ്ര സർക്കാർ അതിന് പറയുന്നത് ഡൈനാമിക്കായിട്ടുള്ള, അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ എയർ ഇന്ത്യയോ അല്ലെങ്കിൽ ഈ പറയുന്ന ഇന്ത്യൻ എയർലൈൻസിനോ ഒന്നും തന്നെയും എന്ത് ചെയ്യാൻ കഴിയുന്നില്ല, അവരോട് പിടിച്ചു നിൽക്കുവാനോ അല്ലെങ്കിൽ അവരുടെ മുമ്പിലെത്താനോ കഴിയുന്നില്ല. അപ്പോൾ ഇവിടെ ഈ ആഭ്യന്തര സർവീസ് ആയാലും വിദേശ സർവീസ് ആയാലും നമ്മുടെ രാജ്യത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി എന്തായിരിക്കുന്നു, വിമാനയാത്രകൾ മാറിയിരിക്കുന്നു. ഓരോ സമയത്തും തോന്നിയ പോലെയാണ് വിമാനത്തിൻ്റെ ടിക്കറ്റ് നിരക്കുകൾ സ്വകാര്യ കമ്പനികൾ തീരുമാനിക്കുന്നത്. അതിപ്പോൾ ഏതൊരു പ്രതിസന്ധി ഘട്ടമാണെങ്കിൽ പോലും. അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് അഡ്വക്കേറ്റ് വിഷ്ണു വിജയനാണ്. നമസ്കാരം. അപ്പോൾ നമ്മുടെ രാജ്യത്തെ തന്നെ നടുക്കിയ ഒരു ഭീകരാക്രമണമായിരുന്നു പഹൽഗാമിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഇങ്ങനെ ഒരു ഭീകരാക്രമണ സമയത്ത് പോലും നമ്മുടെ പല സ്വകാര്യ കമ്പനികളും വിമാന ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിച്ചുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് സാറിന് എന്താ പറയാനുള്ളത്? നമ്മുടെ രാജ്യത്തെ അതോടൊപ്പം തന്നെ ഈ പറയുന്ന ടിക്കറ്റുമായി ബന്ധപ്പെട്ട് നേരത്തെ കോവിഡിൻ്റെ സമയത്ത് കേന്ദ്ര ഗവൺമെൻറ് കൃത്യമായിട്ടുള്ള മാനദണ്ഡം ഉണ്ടാക്കുകയും അതോടൊപ്പം തന്നെ വിമാന ടിക്കറ്റ് നിയന്ത്രിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുകയാണ്, കേന്ദ്ര ഗവൺമെൻറ് എല്ലാ നിയന്ത്രണങ്ങളും ഒഴിവാക്കിക്കൊണ്ട് ടിക്കറ്റ് നിരക്ക് ഈ പറയുന്ന രീതിയിൽ നിശ്ചയിക്കുവാനുള്ള പൂർണ്ണ അധികാരം വിമാന കമ്പനികൾക്ക് കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയും അവരെന്ത് ചെയ്യുന്നു, കേന്ദ്ര സർക്കാർ അതിന് പറയുന്നത് ഡൈനാമിക്കായിട്ടുള്ള വർധനവ് വരുത്താനുള്ള അധികാരം എന്ത് ചെയ്യുന്നു, വിമാന കമ്പനികൾക്ക് കൊടുത്തിട്ടുണ്ടെന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുന്നു, ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ സമയത്ത് പോലും, അതായത് രാജ്യം വിലങ്ങുറച്ചു നിൽക്കുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന രാജ്യത്തിൻ്റെ പുറത്തുനിന്നും രാജ്യത്തിൻ്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യാൻ വേണ്ടി ഭീകരവാദി ശക്തികൾ അക്രമം നടത്തി അക്രമത്തിൻ്റെ ഭയം മൂലം കാശ്മീരിലെത്തിയ ആളുകളാണ് തിരികെ പോകുന്നത്. അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷ, നമ്മുടെ ദേശീയ സുരക്ഷയെ പോലും ചോദ്യം ചെയ്യുന്ന ഒരു പ്രശ്നത്തിൽ ഈ പറയുന്ന ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, വീടുകളിലേക്ക് എത്തുന്നതിന് വേണ്ടി ഭയം ജനിപ്പിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു പെട്ടെന്നുള്ള ജനങ്ങളുടെ ഒഴുക്കിനെ എങ്ങനെ മുതലാക്കാമെന്നുള്ള ഒരു നടപടി, അത് നമ്മൾ പറയുമല്ലോ പലതരത്തിലും. അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന അത് വളരെ ക്രൂരമായിട്ടുള്ള നടപടികളാണ്. കാരണം നമ്മുടെ രാജ്യത്ത് നിന്ന് ഈ പറയുന്ന ഇന്റേണൽ ടൂറിസ്റ്റുകളും അല്ലെങ്കിൽ ഔട്ടിൽ നിന്ന് വരുന്ന ടൂറിസ്റ്റുകളും ഒക്കെ തന്നെ നമ്മുടെ കാശ്മീരിൽ എത്തുന്നത് കൊണ്ട് വിമാന കമ്പനിക്ക് മാത്രമല്ല നേട്ടമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ മറ്റൊരു പ്രദേശത്തെ ടൂറിസ്റ്റുകൾ എത്തപ്പെടുമ്പോൾ ആ നാടിനും ഒട്ടാകെ ഒരുപാട് മേഖലയ്ക്കാണ് എന്ത് ചെയ്യുന്നത്, അതുമൂലം ഉണ്ടാകുന്ന പ്രയോജനമുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള പ്രയോജനമുള്ള ഒരു സാഹചര്യത്തിൽ ടൂറിസ്റ്റുകൾ ഇത്രയും കൂട്ടമായി തിരികെ പോകുമ്പോൾ അവരെ ഈ പറയുന്ന യഥാർത്ഥത്തിൽ അവരെ സൗജന്യമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവിടെ നിന്ന് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ അതുപോലും ഇല്ലാതെ സൗജന്യം പോകട്ടെ, നിലവിലുള്ള റേറ്റും കഴിഞ്ഞ് അധിക നിരക്ക് കൊണ്ടുവരുന്ന ഒരു സാഹചര്യമുണ്ട്. അത് സത്യത്തിലൊരു പകൽ കൊള്ള തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ ഈ വെക്കേഷൻ സമയത്ത് പോലും നിരക്കുകൾ ഓരോ സമയത്ത് ഓരോ നിരക്കിലാണ് വിമാന ടിക്കറ്റ് ലഭിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും അത് ഇതുവരെ ഏകീകരിക്കപ്പെടാത്തത്? അതിൻ്റെ പ്രധാനമായിട്ടുള്ള കാരണം കേന്ദ്ര ഗവൺമെൻറ് ഈ പറയുന്ന രീതിയിൽ വിമാന കമ്പനികളെ ഈ പറയുന്ന രീതിയിൽ എന്ത് ചെയ്യുകയാണ്, കുത്തഴിച്ച് വിട്ടിരിക്കുകയാണ്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിൽ പ്രൈവറ്റ് വിമാന കമ്പനികൾ ഒരുപാട് കമ്പനികളുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ എയർ ഇന്ത്യയോ അല്ലെങ്കിൽ ഈ പറയുന്ന ഇന്ത്യൻ എയർലൈൻസിനോ ഒന്നും തന്നെയും എന്ത് ചെയ്യാൻ കഴിയുന്നില്ല, അവരോട് പിടിച്ചു നിൽക്കുവാനോ അല്ലെങ്കിൽ അവരുടെ മുമ്പിലെത്താനോ കഴിയുന്നില്ല. അപ്പോൾ ഇവിടെ ഈ പറയുന്ന രീതിയിൽ സ്വകാര്യ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം റേറ്റ് നിർണ്ണയിക്കുന്നത് അവരാണ്. അതോടൊപ്പം തന്നെ അവർ ഓരോ രീതിയിൽ ഫെസ്റ്റിവൽ സീസണുകളിലേക്ക് എന്ത് ചെയ്യുന്നു, കൃത്യമായിട്ട് ഡിമാൻഡ് എന്ത് ചെയ്യുകയാണ്, കൂട്ടുകയാണ്. അതിനുശേഷം സീറ്റുകളില്ല എന്ന് എന്ത് ചെയ്യുന്നു, അവർ പറയുകയും അവർ എത്ര രൂപയ്ക്ക് സീറ്റ് നിശ്ചയിക്കപ്പെടുന്നുണ്ടോ, അതായത് ഫെസ്റ്റിവൽ സീസണിലും അതോടൊപ്പം തന്നെ ഈ പറയുന്ന രീതിയിൽ. എന്നാൽ ഈ ഒരു നാച്ചുറൽ കലാമിറ്റി അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ഭീകരവാദ ആക്രമണ സമയത്ത് ഇത് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു ക്രൂരത ആളുകളോട് അഴിച്ചുവിടുന്നത്. നേരത്തെ തന്നെ ഇതുണ്ട്. കാര്യം നമ്മൾ ഈ പറഞ്ഞ മലയാളികളൊക്കെ തന്നെ അനുഭവിക്കുന്ന പ്രശ്നമാണ്. ഫെസ്റ്റിവൽ സീസണിൽ പ്രത്യേകിച്ച് ഈ പറയുന്ന ഓണം അതോടൊപ്പം തന്നെ റമദാൻ സീസണുകളിലൊക്കെ തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന വിമാനങ്ങൾക്ക് അധിക നിരക്കാണ് എന്ത് ചെയ്യുന്നത്. അപ്പോൾ പലപ്പോഴും എന്ത് ചെയ്യുന്നു, കേന്ദ്ര ഗവൺമെൻറ്റിന് അടുക്കൽ എനിക്ക് തോന്നുന്നു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെ കഴിഞ്ഞ ഒരു വർഷങ്ങൾക്ക് മുമ്പ് കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന് ഈ പറയുന്ന ഇതുമായി ബന്ധപ്പെട്ട പരാതിയും അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ കൊടുക്കുകയും അന്ന് വ്യോമയാന മന്ത്രിയായിട്ടുള്ള ഈ പറയുന്ന ജ്യോതിരാദിത്യ സിന്ധ്യ അതിന് കൊടുത്ത മറുപടി എന്ന് പറയുന്നത് വളരെ വിചിത്രമാണ്. അദ്ദേഹം പറഞ്ഞത് നേരത്തെ ടിക്കറ്റ് എടുത്ത് എന്ത് ചെയ്യണം വെച്ചാൽ ഈ പ്രശ്നം ഒഴിവാകുമെന്ന്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു, കൃത്യമായിട്ട് കേന്ദ്രത്തിൽ, അതായത് നമ്മുടെ നാട്ടിലെ ആളുകളെ, അതായത് എല്ലാ ഗവൺമെൻറ്റുകളും, അതായത് നമ്മൾ ജീവിക്കുന്നത് എന്ന് പറയുന്നത് ഒരു കൃത്യമായിട്ട്, അതായത് ഒരു ക്ഷേമരാഷ്ട്ര സങ്കല്പത്തിലാണ് നമ്മുടെ രാഷ്ട്രം ഈ പറയുന്ന ഭരണഘടനയായാലും എല്ലാം തന്നെ മുമ്പോട്ട് പോകുന്നത്. ഒരു വെൽഫെയർ സ്റ്റേറ്റിൽ എത്രമാത്രം പൗരന്മാർക്ക് അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ പൗരന്മാർക്ക് സൗകര്യങ്ങൾ ലഭിക്കുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന് പകരം പൗരന്മാരെ കൊള്ളയടിക്കുന്ന അല്ലെങ്കിൽ പൗരന്മാരെ ചൂഷണം ചെയ്യുന്ന ഒരു സമീപനങ്ങളാണ്
കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും കുറേ കാലങ്ങളായിട്ട് എന്ത് ചെയ്യുന്നത്. അപ്പോൾ അതിന് പല കാരണങ്ങൾ അവർ പറയുന്നുണ്ട്. എന്താണ് ഈ പറയുന്ന വിമാന ഇന്ധനത്തിൻ്റെ വർധനവിനെ കുറിച്ച് പറയുന്നു. പക്ഷേ വർധനവിനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. പക്ഷേ ഓരോ കാലഘട്ടത്തിലും എന്ത് ചെയ്യുന്നു, ഇന്ധനത്തിൻ്റെ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിൻ്റെ വില കൃത്യമായ കാലഘട്ടത്തിൽ വളരെ കുറഞ്ഞ അളവിലാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ പ്രത്യേകിച്ച് കഴിഞ്ഞ 2 മാസങ്ങളായിട്ട് ക്രൂഡ് ഓയിലിൻ്റെ വില വളരെ താഴ്ന്നിരിക്കുന്നു. ബാരലിന് 60 രൂപയിൽ താഴെ എന്ത് ചെയ്തിരിക്കുന്നു, ഡോളറിൽ താഴേക്ക് ക്രൂഡ് ഓയിലിൻ്റെ വില എത്തിയിരിക്കുന്നു. അപ്പോൾ ഈ 120 രൂപ ഇരുന്ന സമയത്തുള്ള റേറ്റാണ് ഇപ്പോഴും എന്ത് ചെയ്യുന്നത്, പ്രാബല്യത്തിലുള്ളത്. അപ്പോൾ ഈ റേറ്റ് കൂടുമ്പോൾ, അതായത് ഈ പറയുന്ന ക്രൂഡ് ഓയിൽ വില വർദ്ധിക്കുമ്പോൾ കൂട്ടുന്ന വേഗതയിൽ എന്ത് ചെയ്യുന്നില്ല, ക്രൂഡ് ഓയിൽ വില താഴുമ്പോൾ എന്ത് ചെയ്യുന്നില്ല, റേറ്റ് കുറയ്ക്കുന്നില്ല. അതിനുശേഷം അവർ അതിന് പറയുന്ന ഒരു പേരെന്തോ ഡൈനാമിക് ആണ് എന്ന്. പക്ഷേ ഡൈനാമിക് ആകുമ്പോൾ എന്ത് ചെയ്യണം, റേറ്റ് കൂടുമ്പോൾ എന്ത് ചെയ്യണം, ആ റാൻഡത്തിനനുസരിച്ച് എന്ത് ചെയ്യണം, ഉയരുന്ന വില റാൻഡത്തിനനുസരിച്ച് എന്ത് ചെയ്യപ്പെടണം, താഴുകയും വേണം. അങ്ങനെ താഴാത്ത തരത്തിൽ വിമാന കമ്പനികളെ എന്ത് ചെയ്യുന്നു, കയറൂരി വിടുന്ന, വിമാന കമ്പനികൾക്ക് പരിപൂർണമായിട്ടുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്ന, അവർ ജനങ്ങളെ കൊള്ളയടിച്ചോട്ടെ അല്ലെങ്കിൽ വിമാന കമ്പനികൾക്ക് ചൂഷണം ചെയ്തോട്ടെ എന്നുള്ള ഒരു സന്ദർഭം ഒരുക്കി കൊടുക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പം സ്വകാര്യ കമ്പനികൾ മാത്രമല്ല, സർക്കാരിന്റെ കീഴിലുള്ള കമ്പനികൾ പോലും ഇങ്ങനെ ഒരു ഏകീകരിക്കപ്പെടാത്ത നിരക്കിലാണ് പോകുന്നത്. അത് എന്തുകൊണ്ടായിരിക്കും? അതിൻ്റെ ഞാൻ പറഞ്ഞല്ലോ, കേന്ദ്ര ഗവൺമെന്റിന് ഈ കാര്യത്തിൽ ഉണ്ടാകുന്ന എന്താണ്, അതായത് നാട്ടിലെ ജനങ്ങളുടെ അതായത് ക്ഷേമം ഉറപ്പുവരുത്തേണ്ട സർക്കാർ എന്ത് ചെയ്യുന്നില്ല, അതിനുവേണ്ടി ശ്രമിക്കുന്നില്ല. അതാണ് അതിൻ്റെ ഉത്തരവാദിത്വം. കാരണം എന്താണ്, വിമാനയാത്ര എന്ന് പറയുന്നത് ഇന്ന് എല്ലാവർക്കും ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു മേഖലയാണ്. കാര്യം എന്താണ്, വിമാനത്തിലൂടെ വേഗത്തിൽ യാത്ര ചെയ്തെത്താൻ വേണ്ടിയും അല്ലെങ്കിൽ അത് ഈ പറയുന്ന ആഭ്യന്തര സർവീസായാലും വിദേശ സർവീസായാലും നമ്മുടെ രാജ്യത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി എന്തായിരിക്കുന്നു, വിമാനയാത്രകൾ മാറിയിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയും എന്ത് ചെയ്യുന്നു, പല പല നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളെ ബന്ധിപ്പിക്കുന്ന, പല രാജ്യങ്ങളെ ബന്ധിപ്പിക്കുന്ന നെറ്റ്വർക്കിംഗ് ഉള്ള വിമാന കമ്പനികളും അതോടൊപ്പം തന്നെ സ്വകാര്യ കമ്പനികളും ഒക്കെ തന്നെ അല്ലെങ്കിൽ ഗവൺമെൻറ് ഉടമസ്ഥയിലുള്ള കമ്പനികളൊക്കെ തന്നെ സർവീസുകൾ നടത്തുന്നുണ്ട്. അപ്പോൾ ഈ സർവീസുകളെ എന്ത് ചെയ്യുന്നില്ല, ആശ്രയിക്കാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. അപ്പോൾ അതിനെയാണ് എന്ത് ചെയ്യുന്നത്, ഇവർ ചൂഷണം ചെയ്യുന്നത്. അത് വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ വിമാനങ്ങൾ മാത്രമല്ല, വിമാനത്താവളങ്ങൾ പോലും, പല വിമാനത്താവളങ്ങളും സ്വകാര്യ കമ്പനികളുടെ കീഴിലാണ് വരുന്നത്. അപ്പം എന്തുകൊണ്ടായിരിക്കും ഇതെല്ലാം ഇങ്ങനെ അവരുടെ കയ്യിൽ തന്നെ? സ്വകാര്യവൽക്കരണത്തെ നമ്മൾ എതിർക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം സ്വകാര്യവൽക്കരണം എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വെൽഫെയർ രാജ്യത്ത് അല്ലെങ്കിൽ ഒരു ആധുനിക ക്ഷേമ രാഷ്ട്രത്തിൽ പൗരനെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം മെച്ചപ്പെട്ട സൗകര്യങ്ങളാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന ചിലപ്പോൾ സർക്കാരിന് എന്ത് ചെയ്യാൻ കഴിയത്തില്ല, എല്ലാ മേഖലയിലും എത്തപ്പെടേണ്ടത് കൊണ്ട് തന്നെയും ഈ പല മേഖലകളിലും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടി എന്ത് ചെയ്യണം, സ്വകാര്യ വ്യക്തികളുടെ അല്ലെങ്കിൽ അതിനെ ഒരു തെറ്റായിട്ട് കാണണമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ ഇത്തരത്തിൽ ഈ സ്വകാര്യ മേഖലയ്ക്ക് കൊടുക്കുമ്പോൾ ആ സ്വകാര്യ മേഖലയിലെ മൊണോപ്പൊളി സ്വകാര്യ വ്യക്തികളെ ഏൽപ്പിക്കുന്നതാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ പ്രശ്നമെന്ന് പറയുന്നത്. അതേസമയം സർക്കാർ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലും അല്ലെങ്കിൽ ഈ പറയുന്ന വിമാന സർവീസിൻ്റെ കാര്യത്തിലൊക്കെ തന്നെ സ്വകാര്യ കമ്പനികളെ കൊണ്ടുവന്നോട്ടെ. പക്ഷേ ഇതിൻ്റെ മോണിറ്ററിങ്, അതായത് ഇതിൻ്റെ ആത്യന്തികമായിട്ട് ഇതിനെ എന്ത് ചെയ്യണം, ഇതിൻ്റെ റേറ്റ് നിശ്ചയിക്കുവാനും അതോടൊപ്പം തന്നെ ഈ പറയുന്ന സർവീസുകളുടെ കോട്ട നിശ്ചയിക്കുവാനും സർവീസുകളുടെ ടിക്കറ്റിൻ്റെ റേഷ്യോ നിശ്ചയിക്കുവാനുമുള്ള അധികാരമെന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ തന്നെ വേണം. അതല്ല എങ്കിൽ എന്ത് ചെയ്യും, വിമാന കമ്പനികളെ സംബന്ധിച്ചിടത്തോളം അവർക്കിപ്പോൾ ദുരന്തം വന്നാലും അല്ലെങ്കിൽ ഫെസ്റ്റിവൽ വന്നാലും അവർ ഒരുപോലെയാണ് കാണുന്നത്. കാരണം ദുരന്ത മുഖത്ത് നിന്ന് ആളുകളെ കൊണ്ടുവരുന്ന കാഴ്ചയും അല്ലെങ്കിൽ ഈ പറയുന്ന ഫെസ്റ്റിവലിന് ആളുകളെ നാട്ടിലേക്ക് എത്തിക്കുന്നതിനെയും ലാഭം മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ലാഭക്കുതിയന്മാരായിട്ടുള്ള ഇത്തരം കമ്പനികൾ കാണുന്നത്. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ്, എവിടെ നിന്ന് ലാഭം ലഭിക്കുന്നു? കാര്യം എസെൻഷ്യൽ ഓഫ് കമ്മ്യൂണിറ്റി, അതായത് ഈ പറഞ്ഞ എപ്പോഴാണ് അത്ര ആത്യന്തിക കാര്യം എന്താണ്, ഇപ്പോൾ കാശ്മീരിൽ നിന്നാണെങ്കിൽ ആളുകൾക്ക് എങ്ങനെയും പുറത്ത് കിടക്കണം, അപ്പോൾ വിമാന കമ്പനികൾ നിശ്ചയിക്കുന്ന റേറ്റ് കിട്ടും. അപ്പോൾ അതാണ് ഇവിടുത്തെ വളരെ കൊള്ളയാണ്. അതുകൊണ്ട് തന്നെ കേന്ദ്ര ഗവൺമെൻറ് അടിയന്തരമായിട്ട് തന്നെ എന്ത് ചെയ്യണം, ഈ വിഷയത്തിൽ ഇടപെടണം, വിമാന കമ്പനികളെ നിയന്ത്രിക്കണം. വിമാന കമ്പനികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിൽ വിമാനത്താവളങ്ങളായാലും വിമാന കേന്ദ്രങ്ങളായാലും ഒക്കെ തന്നെ പൊതുമേഖലയായാലും സ്വകാര്യ മേഖലയിലായാലും അതിനെ നിയന്ത്രിക്കുവാനുള്ള എയർ ട്രാഫിക് കൺട്രോൾ ബ്യൂറോ എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ് ഉടമസ്ഥയിലാണ്. സ്വാഭാവികമായിട്ടും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അനുവാദമില്ലാതെ ഒരു വിമാനത്തിനും എന്ത് ചെയ്യാൻ കഴിയില്ല, ഇന്ത്യയിൽ ഒരിടത്തും സർവീസ് നടത്തുവാനോ അല്ലെങ്കിൽ ഈ പറയുന്ന വിമാനത്താവളങ്ങളിൽ നിന്ന് ആളെ കയറ്റുവാനോ ഒന്നും പറ്റത്തില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും വിമാന ടിക്കറ്റുകളുടെ ടാക്സ് വർദ്ധിപ്പിക്കുന്നതിന് പകരം എന്ത് ചെയ്യുക, ജനങ്ങൾക്ക് അവരുടെ വിമാന കമ്പനി നടത്തുന്ന കൊള്ള ഒഴിവാക്കി കൊടുക്കുകയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഇത്രത്തോളം വിലപ്പെട്ട വിവരങ്ങൾ നൽകിയതിന്